ഒപ്പുള്ള ചങ്ങായിമാരെ കല്യാണമൊക്കെ കഴിഞ്ഞു. ആരോടതൊക്കെ പറഞ്ഞു? പെങ്ങന്മാരെ കൊണ്ടാക്കുക, കൊണ്ടുവരിക, ഓലെ കുട്ടികളെ കൊണ്ടെടുക്കുക. ഇതടച്ചുള്ള പണി. ചെരുമ്മണ്ട് എന്നാ മോന്റെ കല്യാണം നോക്കണമെന്നോ? ആ ഒരു വർത്താനമില്ല. ബസീറേ, ആ ഇവിടെ വന്നാ? അതാ വരുന്നു. പിന്നെ വിളിച്ചമ്മ. ഇജ്ജ് എവിടെയിനു? ഞാൻ പുറത്തുണ്ടായിനു. എവിടെ പുറത്ത്? ഭയങ്കര ചൂടല്ലേ? വല്ല ചൂടല്ല. ചൂടാണെങ്കിൽ ഔത്ത് കേറിക്കാണ്ട് അവിടെ ഫാൻ ഇടണം. ഔത്ത് കയറി ഫാൻ ഇടുമ്പോ നിങ്ങള് പറയും കരണ്ട് ബില്ല് എന്റെ കൂട്ടക്കാരടക്കുമോ? എന്തെല്ലാം സഹിച്ചണം മനുഷ്യന്. കറണ്ട് ബില്ല് നല്ലോ വരുന്നുണ്ട കാര്യം എനിക്ക് അറിയില്ലേ? കരണ്ട് ബില്ല് ഇത്ര തോന്നില്ല. പക്ഷെ ആ ബില്ല് വരുമ്പോ അമ്മാന്റെ നാവ് ബില്ലിന്റെ ഇടങ്ങാറാട്ടാ. ഞാൻ എന്നെ വിളിച്ചത് തടത്തിൽ അസർപ്പിന്റെ മോനില്ലേ? എന്റെ ചങ്ങായിന്റെ കല്യാണല്ലെന്ന് അതിവിടൊക്കെ വന്ന് പറഞ്ഞപ്പോ ആ കല്യാണം ഇവിടെയും പറഞ്ഞക്കണം. എന്റെ സ്വന്തം ചങ്കാണ് അവന്. എന്റെ സ്വന്തം ചങ്ങായിന്റെ കല്യാണം. അപ്പൊ ഇജ്ജ് ഇപ്പൊ തന്നെ പേക്കോ ഒരു ഓട്ടർഷൻ വിളിച്ചിക്കാണ്ട് എന്റെ വെങ്ങന്മാര് രണ്ടാളുണ്ടല്ലോ ഓലോടൊക്കെ പറഞ്ഞോളൂ കല്യാണം. വേങ്ങര ഓഡിറ്റോറിയത്തിലല്ലേ? അപ്പൊ കുഞ്ഞോളും കുഞ്ഞൂച്ചിനെ കൂട്ടി കൊടുന്നാണ്. ഇനിയിപ്പൊ ഈ കല്യാണത്തിന് കുഞ്ഞോളും കുഞ്ഞൂച്ചിനും കൊണ്ടുവരണ ഇപ്പൊ തന്നെ പേക്കോ? അത് ഇപ്പൊ തന്നെ പോവണ. കല്യാണക്കല്ലമ്മ, ചെക്കന്മാരെല്ലാരും അവിടെ കാത്തിക്കുന്നുണ്ട്. ഇജ്ജ് ചങ്ങായിമാരപ്പൊ സെറ്റും കൂടി അടക്കല്ലേ? ചങ്ങായിമാരൊക്കെ വേണ്ടമ്മ. ഞാൻ ഓൾക്ക് വിളിച്ച് പറയുന്നുണ്ട്. വേൻ ചെല്ലേ. ആയിക്കോട്ടെ. എന്റെ കല്യാണക്കാരും ഉമ്മാക്കൊന്ന് പറഞ്ഞോണ്ടോ? വല്ലാത്തൊരു അവസ്ഥ തന്നെ. എത്താ നിന്ന് പരുങ്ങുണ്ട്? അല്ലമ്മ, അത് പിന്നെ എന്റെ ചങ്ങായിക്കൊരു കല്യാണം. ഇച്ച് 4ാമത്തെ ചങ്ങായി ഉണ്ടല്ലോ, ഓന്റെ കല്യാണം. നാലാമത്തെ ചങ്ങായിന്റെ കല്യാണം? ആ ബാബുവിന്റെ. അനക്ക് എത്ര ചങ്ങായിമാരുണ്ട്? 10-12 ആൾക്കാരില്ലേ? ഇപ്പൊ 4 ആയിട്ടുള്ളൂ. ബാബുവിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞത് നോക്കേ മക്കളെ. കല്യാണമൊക്കെ നല്ല കല്യാണം തന്നെയാണ്. പക്ഷെ ഈ ചോറ് കൊണ്ടാവണമെങ്കിൽ ഈ ചോറ്റും പേരെ ദൗഡാണീക്കാരം. അതിപ്പോ ആരോടാ ചോദിച്ചത്? ഇത് ഈ കുന്ത്രാണ്ടത്തിൽ കല്യാണമായ ഇടങ്ങാറാണല്ലോ ഇപ്പൊ അത്. ഇതാരാ അയച്ചോ? ഇത് എപ്പോഴടി കല്യാണത്തിന് വന്നീനോ? ഞാൻ നല്ല രാവിലെ പോന്നപ്പോ നോക്കേ കണ്ടമാനം ചോറ് ബാക്കിണ്ടാ തന്നെ? ഞാൻ ഗീസർ എടുത്താക്കണോ? നന്നായി. ഞാൻ എന്റെ അരിയിൽ വെച്ചക്കണടി. എന്റേത് എവിടെ? 3 കവറുണ്ട്. അച്ഛ റബ്ബേ, 2-3 എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോവാ? അതൊക്കെ ഞാൻ കൊണ്ടുപോകും. ഞാൻ എന്റെ മോൻ ബസീറിനൊന്ന് വിളിച്ചോക്കട്ടെ. ചോറ് കജ്ജുമ്പോത്തിന് വിളിച്ചോ? ഈ ചെക്കനെ നീ എവിടെ പോയാ തപ്പുക? ഇതൊക്കെ അൽബിയെ, എന്റെ മോൻ ബസീർ ഉണ്ടാവും അവിടെ എവിടെയെങ്കിലും. ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞേക്കട്ടാ. ആയിക്കോട്ടെ. എത്തിനാണാവോ അമ്മ വിളിച്ചിട്ട്? ഏതേലും പെൺകുട്ടികളെ കണ്ടുവച്ചേക്കണാവോ? ആയിക്കോട്ടെ, ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി തന്നെ ആയിക്കോട്ടെ. ഞാൻ കിനാവ് കാണുന്ന ആ പെണ്ണെന്നെ ആവണേ. എന്റെ അമ്മാന്റെ തമാസ തൊള്ള തുറന്ന് കാര്യം പറയില്ല. ഏതായാലും പോയേക്കട്ടെ. ബസീറ അയിഞ്ഞ് വരാതെ ഒന്ന് വേങ്ങട്ട് വാ. ഇമ്മ എത്തിനെ കളിനെ വിളിച്ചിന്റെ? എടാ ചോറ് ബാക്കിണ്ടല്ലോ. ആഴ്ച കൊണ്ട് ഓറയിട്ട് 2-3 ഓറയിട്ട് അങ്ങോട്ട് പോയിക്കണു. എന്നാ ഈ കവറായിട്ട് ചെന്നാ. ചോറ് ബാക്കിയോ? കവറ്? ഉമ്മ നിങ്ങൾക്ക് ഒരു തുള്ളി നേരം വെളുത്തിട്ട് നിങ്ങൾ എന്നോട് ഇത് പറയോ? നേരം വെളുത്തിട്ടില്ല. ബിരിയാണി പെരീക്കാണ് കൊടുന്ന് വെച്ചുമ്പോ വെട്ടി മുണുങ്ങണ് കാണാലജ്. ബിരിയാണി ആയതുകൊണ്ടല്ലമ്മ. എന്നാ ചലക്കാലം ചെന്നോ. പോയി നോക്കട്ടെ ചോറ്റും പെരിയില്. ചോറ് കിട്ടാഞ്ഞാൽ ഇന്ന് രാത്രി പട്ടിണി. പെണ്ണില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ ചോറ് തിന്നിട്ടേ സമാധാനിച്ച ഉമ്മാന്റെ കണ്ണും പൂർന്ന് തെളിയണം. അത്രേ ഉള്ളൂ. എന്റെ വീഡിയോ മുഴുവൻ കണ്ടുകാണ്ട് മൂടും തട്ടി നീച്ചോ നോക്കി ഒറ്റ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. വന്നുകാണ്ട് ചെയ്താണി ഷെയറും ചെയ്തോളിട്ടാ.